ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ലോ ബഡ്ജറ്റ് ഹോം തിയേറ്ററിൻ്റെ ഒരു അടിപൊളി റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോ. ഇതാണ് ഗൈസ് നമ്മുടെ ഹോം തിയേറ്റർ എന്ന് പറയുന്നത്. ഐക്കലിൻ്റെ ഒരു കുഞ്ഞൻ ഹോം തിയേറ്ററാണ്. ഇവിടെയായിട്ടാണ് ഗൈസ് അതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ സബൂഫർ ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഓളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു പോർഷനാണ്. പാട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇവിടെയാണ്. ഇത് രണ്ടും പാട്ട് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. പിന്നെ ഇവിടെ പോസാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഓരോ മോഡ്. ഓക്കെ, പിന്നെ ഗൈസ് ഇതാണ് കേട്ടോ നമ്മളിത്. ഇതിൻ്റെ എയർ ഹോൾ ഇവിടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഗൈസ് ഇതിൻ്റെ ബാക്ക് പോർഷൻ എന്ന് പറയുന്നത്. ഇവിടെ സറൗണ്ട് ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്, പിന്നെ എന്താണ് സറൗണ്ട് റൈറ്റും സറൗണ്ട് ലെഫ്റ്റും, പിന്നെ സെൻറ്റർ, പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ FM-ൻ്റെ ആൻറ്റിന കുത്താനുള്ളൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ മറ്റേ ഓഡിയോ ജാക്ക് കുത്താനുള്ള ആ ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ പവർ ഓൺ ഓഫ് ബട്ടൺ വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ സ്പീക്കർ, ഇതിൻ്റെ 5.1 ആണ്. നമ്മളെന്നാൽ ഇതിൻ്റെ സ്പീക്കർ ഒന്ന് കാണിച്ചത്. ഇതാണ് ഗൈസ് നമ്മുടെ ഐക്കലിൻ്റെ ആ ഒരു സ്പീക്കർ എന്ന് പറയുന്നത്. നമ്മുടെ ഹോം തിയേറ്ററിനോട് മാച്ച് ആകുന്ന രീതിയിലാണ് ഇവർ ഡിസൈൻ നൽകിയിരിക്കുന്നത്. അത് എന്തുകൊണ്ട് നോക്കിയാലും ഒരു ഈ ബഡ്ജറ്റിൽ ഇത് നമുക്ക് ലാഭം തന്നെയാണ്, കൊടുത്ത പൈസയ്ക്ക് ലാഭം എന്ന് പറയാം. ഇതിലൊക്കെ എന്തായാലും കുമാർ കൊണ്ടെന്താകും നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഗൈസ്, എന്നാൽ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നമ്മൾ ഒരു കാര്യം മാത്രം പറയാൻ മറന്നു പോയി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2000 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിക്കുമ്പോഴുള്ളത്. ഇപ്പോൾ ഏകദേശം 3000 രൂപ അടുത്ത് വരുന്നുണ്ട് ഈ ഒരു ഹോം തിയേറ്ററിന് വില. നമ്മൾ ആമസോണിൽ നോക്കിയാണ് 3000 രൂപ അടുത്താണ് ഇപ്പോൾ ഇതിന് വരുന്നത്. നമ്മൾ ഏകദേശം ഇത് വാങ്ങിച്ചിട്ട് ഒരു 5 വർഷം കഴിഞ്ഞു. ഇത്രയും നാളായിട്ട് ഒരു പ്രാവശ്യമാണ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം വന്നിട്ടില്ല. ചാനൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ ഗീവേയുടെ കാര്യം നമ്മൾ അടുത്ത വീഡിയോ ചിലപ്പോൾ ഗീവേനെ കുറിച്ചുള്ളതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം.